ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിലെ സമ്പാദ്യം, സ്ഥാനമാനങ്ങളും നിലയും വിലയും സമ്പത്തും സുഹൃബന്ധങ്ങളും എല്ലാം നേടിയാലും നമുക്ക് സമാധാനം കൈവരിക്കാൻ സാധിക്കുകയില്ല. ഇതൊക്കെ ക്ഷണികമായ ചില സമാധാനം നമുക്ക് തരും. എന്നാൽ ശാശ്വതമായ സമാധാനത്തിന് ഇതൊന്നും കാരണമല്ല. അതുകൊണ്ട് നമുക്ക് ശാശ്വതമായ സമാധാനം കൈവരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഭൗതിക സ്വത്തു സമ്പാദ്യം ഏറെ നേടുവാനായി തൃഷ്ണ വെടിഞ്ഞു ഹൃദയം തന്നിൽ നിറയ്ക്കുമീശ്വര ചിന്തകൾ. ഇതാണ് ശാശ്വതമായ സമാധാനം കൈവരിക്കാനുള്ള ഏക പോംവഴി. ഭൗതിക സ്വത്തു സമ്പാദ്യം ഏറെ നേടുവാനായി തൃഷ്ണ. നമ്മുടെ സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടി മാത്രം മോഹിച്ചാൽ ക്ലേശങ്ങളും ദുരിതങ്ങളും ഒന്നിനൊന്ന് നമ്മെ സ്വാഗതം ചെയ്തുകൊണ്ടേയിരിക്കും. ജീവിക്കാൻ നമുക്ക് സമ്പത്ത് ആവശ്യമാണ്, അത്രേ വേണ്ടൂ. എന്നാൽ 10 കിട്ടുകിൽ 100 മതി എന്നും 100 സഹസ്രം മതി എന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിലും ആശ്ചര്യമെന്നതും. 10 കിട്ടിയാൽ 100 കിട്ടണം, 100 കിട്ടിയാൽ 1000, 1000 കിട്ടിയാൽ 10000. ഇങ്ങനെ പോകുന്നു, അതിനൊരവസാനമില്ല. ഇതാണ് മോഹം. മനസ്സ് വസ്തുക്കളുടെ പിന്നാലെ പോയാൽ ആ കിട്ടിയതിൽ തൃപ്തിയില്ല, അതുകൂടി കിട്ടണം എന്ന ആ ഒരു തൃഷ്ണ നമ്മുടെ മനസ്സിൽ വളരുന്നു. കിട്ടിയത് പോരാ എന്ന മനോഭാവത്തിനാണ് തൃഷ്ണ എന്ന് പറയുന്നത്. വേണം എന്ന തോന്നൽ ആഗ്രഹവും അല്ലെങ്കിൽ കാമവും, കാമത്തിന് തടസ്സം വരുമ്പോൾ ക്രോധവും, കിട്ടിയ വസ്തുക്കളെ തൃപ്തിയില്ലാതെ വീണ്ടും കിട്ടാനുള്ള മോഹത്തിന് തൃഷ്ണ എന്നും പറയുന്നു. അത് വെടിയണം നമ്മൾ. കിട്ടിയതിൽ സംതൃപ്തി, പൂർണ്ണ സംതൃപ്തി കൈവരിക്കണം. ഭൗതിക സ്വത്ത് സമ്പാദ്യം ഏറെ നേടുവാനായി തൃഷ്ണ വെടിഞ്ഞു ഹൃദയം തന്നിൽ. ആ തൃഷ്ണ വെടിഞ്ഞിട്ട് വീണ്ടും 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 സമ്പാദിക്കണം എന്ന തൃഷ്ണ വെടിഞ്ഞു ഹൃദയം തന്നിൽ, നമ്മുടെ മനസ്സിൽ നിറയ്ക്കും ഈശ്വര ചിന്തകൾ. ഈശ്വര ചിന്ത കൊണ്ട് നിറയ്ക്കുക. ഈ ഭൗതികമായ നേട്ടങ്ങളൊന്നും തന്നെ നമ്മെ അനുഗമിക്കുകയില്ല, നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല. ഇവിടെ സ്ഥാനമാനങ്ങളും നിലയും വിലയും ഒക്കെ ഉണ്ടായാലും അതിലൊന്നും ഒരു സംതൃപ്തി ഉണ്ടാവുകയില്ല. തൃഷ്ണ പിടികൂടിക്കഴിഞ്ഞാൽ കാമം, ക്രോധം, ലോഭം, ഈ 3 എണ്ണമാണ് ഒരു മനുഷ്യനെ നരകത്തിലേക്ക് അല്ലെങ്കിൽ ദുഃഖത്തിലേക്ക് തള്ളിവിടുന്ന 3 വാതിലുകൾ എന്നാണ്. ഈ വാതിലുകൾ നാം ഒരിക്കലും തുറന്നിടരുത്, അതടയ്ക്കുക തന്നെ വേണം. അതിലൂടെ പ്രവേശിക്കാൻ മനസ്സിനെ ഒരിക്കലും അനുവദിക്കരുത്. ഭൗതിക സ്വത്ത് സമ്പാദ്യം ഏറെ നേടുവാനായി തൃഷ്ണ വെടിഞ്ഞു ഹൃദയം തന്നിൽ നിറയ്ക്കും ഈശ്വര ചിന്തകൾ. ഹരേ കൃഷ്ണ.